എന്താണ് ഖുർആൻ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് നൽകിയതിന്റെ ലക്ഷ്യം എന്താ? എന്തിനാ ഖുർആൻ ആർക്കാ ഇത് നൽകിയത്? അതിലൂടെ എന്താണ് വിഭാവനം ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ സഹോദരങ്ങളെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനില്ലയോ, ഖുർആനില്ലയോ, ആ ഖുർആൻ ശിഫയുടെ ഗ്രന്ഥമാണ്, തീർന്നില്ല, കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥവുമാണ്. ലോകത്തിന് കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ഇന്ന് ലോകത്തെ വിശ്വാസി സമൂഹത്തെ അഥവാ മുസ്ലിം സമൂഹത്തെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കാൻ പല ചാനലുകളിലൂടെയും പല ചർച്ചകളിലൂടെയും. വൈകിട്ടുള്ള ന്യൂസ് അവരൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ മുസ്ലിം നാമധാരികളാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നു, കഥ കഴിഞ്ഞിരിക്കാൻ. പിന്നെ അവനെ തീവ്രവാദിയായി IS ഭീകരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ചാനൽ ചർച്ചകൾ കൊണ്ടുപോകാൻ. എല്ലാ ചാനലും അല്ല, ചില ചാനലുകൾ. ഏതാണ് അതിന്റെ പേരെന്ന് നമുക്കും അറിയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ തലയിൽ തട്ടമിട്ടതാകുന്ന ആളുകൾ, സഹോദരിമാർ പോലും ചാനലുകളിൽ പോയിരുന്നിട്ട് ആലിമീങ്ങൾക്കെതിരെ, ദീനിനെതിരെ പറയാനുള്ള സാഹചര്യം എന്താ? ദീൻ പഠിക്കാത്തത് കൊണ്ടാണ്, അസ്ല് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കുന്നു. ഖുർആൻ എന്താണ് വിഭാവനം ചെയ്യുന്നത് ലോകത്തിൽ? വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആനില്ലയോ, ആ ഖുർആൻ കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാ, കരുണ നൽകപ്പെടുന്നതായ ഗ്രന്ഥമാണ്. കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ്, ലോകർക്ക് മുഴുവനും കരുണ നൽകുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഖുർആനിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്നത് എന്താ? കരുണയാണ്. അത് നേടിയെടുത്താൽ രക്ഷപ്പെട്ടു. റോഡരികിൽ ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്നവനെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ, അവനെ കൊണ്ടുപോകാൻ റോഡിലൂടെ ചൂരിപ്പായുന്ന വാഹനത്തിൽ പോകുന്നവന് മനസ്സ് കരുണ വരുന്നത് ഖുർആനിക വചനങ്ങൾ കേൾക്കുകയും ഓതുകയും ചെയ്യുന്നവനെ സാധിക്കും. അല്ലെങ്കിൽ അവിടെ ചെന്നൊരു സെൽഫി, സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്നവന്റെ മോന്തയും ഒക്കെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. എന്നിട്ട് അവിടെ പോയിട്ട് ലൈവ് വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് കൊടുക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ വിനോദം. ഒരാൾ മരിക്കുകയാണ്, നേരെ ഒരാൾ പോയിട്ട് ഇങ്ങനെ പാലത്തിന്റെ മേളിൽ ചാടാൻ പോകും. അപ്പൊ ഇങ്ങനെ മാറി നിന്നിട്ട് അതിങ്ങനെ അത് മരിക്കാൻ പോകുന്ന മനസ്സിലായതോടുകൂടി ഉടനെ തന്നെ ഫേസ്ബുക്ക് ഓണാക്കി ലൈവ് വീഡിയോ ഉടനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വേഗം തന്നെ പോസ്റ്റ് ചെയ്യും, ഇന്ന പാലത്തിന്റെ അടിയിലേക്ക് ഒരാൾ വീണിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു. ഒരു നാണമില്ലാത്ത മുസ്ലിമാണ് ഇതൊക്കെ ചെയ്യുന്നതല്ല, വല്ലവരും ആണെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇത് മുസ്ലിമീങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോയ യുവാക്കൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ ആരോഗ്യം കൊണ്ട് എന്തൊക്കെയാ ചെയ്തു തീർക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരുണ്ടോ? ഖുർആൻ കേൾക്കാൻ തയ്യാറെടുക്കുന്നവരുണ്ടോ? യുദ്ഫഉൻ ബൽ വൽ ദുനിയാ, അവരെ തൊട്ട് ഭൗതിക വിപത്തുകൾ തടുക്കപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതായ ചെറുപ്പക്കാരാരാണ് സഹോദരാ? ഇന്ന് ഖുർആൻ കേൾക്കാൻ നമ്മുടെ യുവാക്കൾക്ക് സമയമില്ല, ഖുർആൻ കേൾക്കാൻ യുവതികൾക്ക് സമയമില്ല. തന്നെ കാമുകനുമായി കാമുകിയുമായി പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറുള്ള യുവാക്കളാണ്, സംസാരിക്കാൻ തയ്യാറുള്ള യുവതികളാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരു 5 മിനിറ്റ് പോലും തികച്ചിരുന്ന് കേൾക്കാൻ നമ്മുടെ
കാതുകൾക്ക് സമയമില്ല. ബസ്സിൽ കയറുന്നവരാകട്ടെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാകട്ടെ, ബസ്സിലേക്ക് കയറിയാലും ട്രെയിനിലേക്ക് കയറിയാലും വേണ്ട, ഈ ദുനിയാവിലെ റോഡിലൂടെ നീ നടക്കുന്ന യുവാക്കളുടെ കാതിൽ പോലും ഹെഡ്സെറ്റാണ്. അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട്, അശ്ലീലമാക്കപ്പെട്ട ഗാനങ്ങൾ കേട്ടുകൊണ്ട് യുവാക്കൾ ഇതാ മോശത്തരത്തിലേക്ക് പോവുകയാണ്. ഖുർആൻ കേൾക്കുന്നില്ല, സിനിമാ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. വേണ്ട, രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പത്തെ വീട്ടിൽ ചെന്ന് നമ്മുടെ മക്കളെ നോക്കുക. മക്കളുടെ അവസ്ഥ എന്താ? അവർ ഈ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ സിനിമാ പാട്ടും കേട്ടിങ്ങനെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ട് അവിടെ കയറി നിന്നിട്ട് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിയിരിക്കും. ഇത് പറയാതിരിക്കുന്ന എങ്ങനെയാ? അവര് നന്നാകണ്ടേ? അവരെ നന്നാക്കല്ലേ നമ്മുടെ ജോലി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. വളരെ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടം വളരെ മോശമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യുദ്ഫഉൻ മുസ്തമിയൽ ഖുർആനി ബൽവ ദുനിയാ. കാറിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരാ, പരയങ്ങാനത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഖുർആൻ കേൾക്കണേ. കാറിലതാ നിങ്ങൾക്ക് ഓഡിയോ സിസ്റ്റം ഇല്ലയോ, വീഡിയോ സിസ്റ്റം ഇല്ലയോ? ഖുർആൻ കേൾക്കണേ, ഖുർആൻ വായിക്കുന്നത് കാണണേ, ഖുർആൻ ഓതുന്നത് ശ്രദ്ധിക്കണേ. അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനത്തിലുള്ളതാകുന്ന യാത്ര നിങ്ങൾക്ക് ഖൈറാണ്. അഥവാ വാഹനത്തിലുള്ളതാകുന്ന യാത്രകളിൽ നിങ്ങൾക്ക് അപകടമുണ്ടാവുകയില്ല. യുദ്ഫഉൻകും ബൽവ ദുനിയാ. ഭൗതിക ലോകത്തെ സർവ്വ വിപത്തുകളും അവരെ തടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ വിപത്തും തടുക്കും. വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ ഓതിയിട്ടുണ്ടോ, വിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ പാരായണം ചെയ്യുന്നവരുണ്ടോ, അവരെ തൊട്ട് ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലെ പല മുസീബത്തുകൾ അടങ്ങേറുകൾ കാക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേരുണ്ട് ഖുർആൻ ഓതുന്നവർ? ഖുർആൻ നല്ലത് ഈ പാരായണം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഓതാൻ അറിയാവുന്ന മക്കൾ തന്നെ +2 തരം വരെ പഠിച്ചിറങ്ങിയതാകുന്ന മക്കൾ പോലും വിശുദ്ധ ഖുർആൻ ഓതുന്നവരില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആനുമായി അകന്ന് ജീവിക്കാൻ ഇന്നത്തെ ദിവസം തന്നെ ഖുർആൻ ഓതിയവർ, ഖുർആനെ കൈകൊണ്ട് തൊട്ടവർ എത്ര പേരെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ എത്ര പേർക്ക് കൈവക്കാൻ സാധിക്കും? അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഇതാർക്ക് വേണ്ടിയാണ്? പള്ളിയിലെ ഉസ്താദുമാർക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ ഖുർആൻ? അല്ലല്ലോ. ലോകത്തുള്ള സർവ്വ വിശ്വാസിനികളും അവരുടെ ഹൃദയത്തിലെത്തേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു അക്ഷരം ഓതിയാൽ 10 കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 10 നന്മകൾ രേഖപ്പെടുത്താൻ, 10 ദറജകൾ ഉയർത്തപ്പെടുകയാണ്, 10 പാവങ്ങൾ ഇല്ലാതാക്കപ്പെടുകയാണ് ഒരൊറ്റ അക്ഷരത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അലിഫ് ലാം മീം. അലിഫ് ഹർഫുൻ വലാം ഹർഫുൻ വമീമുൻ ഹർഫുൻ ശഫീഉനാ റസൂലുള്ളാഹി. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 30 നന്മകൾ രേഖപ്പെടുത്താൻ. അങ്ങനത്തെ ലോകത്ത് ഏത് ഗ്രന്ഥമാണ്? എന്നിട്ട് പോലും ഇശാമകരിബിനിടയിൽ മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് വരുമ്പോ മക്കളോട് ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ മാതാപിതാക്കൾക്ക് പറയാൻ മടിയാണ്. പക്ഷെ മദ്രസയെ തോറ്റു നോക്കട്ടെ, അപ്പം പറയും പള്ളിയിലെ മൂല്യരെ ഓദിക്കല്ല കുറവാണ്, മൂല്യരെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയും. അത് നമ്മൾ പറയും. അപ്പോഴും കുട്ടിക്കില്ല കുറ്റം. കാരണം കുട്ടി ഓതിയിട്ടുണ്ടോ ഓദിച്ചിട്ടുണ്ടോ അതൊന്നും അവർക്ക് അറിയണ്ട. കുട്ടി വീട്ടിൽ വന്നിരുന്നിട്ട് മക്കൾ ഖുർആൻ പാരായണം മാതാപിതാക്കൾ ചെയ്യിക്കുന്നില്ല. അതേസമയത്ത് ഭൗതിക ലോകത്ത് പഠിച്ചു വരുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവനും നേരം വെളുക്കുമ്പോഴും വേണ്ട തഹജ്ജുദിന്റെ സമയത്ത് പോലും കുട്ടികളെ 3 മണിക്ക് ഉറക്കം എഴുന്നേൽപ്പിച്ച് അവരോട് പഠിക്കാൻ നിർബന്ധിക്കാൻ. മക്കളെ ഇത് പഠിക്ക്, മറ്റേതവിടെ മാറ്റി വെച്ചേക്ക്. ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ പറയുന്നത് എന്താ, എത്ര നേരാണ് ചങ്ങായി നീ ഇതും വെച്ചോണ്ടെങ്കിൽ മാറ്റത്, കൂടുതൽ വല്ലതും പഠിക്കും. നീ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് മൊട്ടയിലായിരുന്നു, പ്രാവശ്യം ഇങ്ങനെ നീ റെഡിയാക്കണം, അത് മാറ്റി വെക്കും എന്ന് പറയുന്നത് ഖുർആൻ മാറ്റിക്കുക. നമ്മുടെ അവസ്ഥ നോക്കണം. ആകെ കുട്ടി പോകുന്നത് 10 മിനിറ്റാണ്. ആ 10 മിനിറ്റ് പോലും മാതാപിതാക്കൾ വന്ന് മുടക്കാക്ക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി ലോകം? അതുകൊണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ ഖുർആൻ ഓതലില്ല. ഇശാ മഗ്‌രിബിനിൽ ആരാണ് സൂറത്തുൽ വാഖിയ ഓതുന്നത്? ആരാണ് സൂറത്തുൽ മുൽക്ക് ഓതുന്നത്? ആരാണ് യാസീൻ സൂറത്ത് ഓതുന്നത്? ഒരാളും പതിവാക്കുന്നില്ലല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
എനിക്ക് പെൺമക്കൾ അധികരിച്ചതാണ്, പെൺമക്കൾ ധാരാളമുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ എന്നോട് പറയുകയാണ്, അല്ലയോ ഇബ്നു മസ്ഊദേ, ഇബ്നു മസ്ഊദേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ നീ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണേ ഇബ്നു മസ്ഊദേ. നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബായ നബി തങ്ങൾ ഇതാ ഇബ്നു മസ്ഊദിന് ഇജാസത്ത് കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ അദ്ദേഹം ഇതാ സ്വർണത്തിന്റെ ഒരു കിഴി സമ്മാനിക്കുകയാണ്.